ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴം പൊതപ്പിച്ചതാണ്. ഇത് നമ്മൾ ഏത്തപ്പഴവും അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴം പൊതപ്പിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ വട്ടത്തിലാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത്. 3 പഴവും ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ടാണ് സാധാരണ ഇത് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ ഇടുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ അല്ലെങ്കിൽ ചൂട് പാലോ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കലക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ പാല് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊന്ന് കലക്കി കട്ടകളൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൻ്റെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും 1 സ്പൂൺ അളവിൽ ബട്ടർ നമുക്ക് ഈ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ 3 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാര ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ഒന്ന് മെൽറ്റായി തേനിൻ്റെ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് പഴവുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. നന്നായിട്ട് പഞ്ചസാരയും ബട്ടറും അതുപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ പഴത്തിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരിക്കൽ കൂടെ ഒന്ന് കലക്കിയിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരിപ്പൊടി ചെറുതായിട്ടൊന്ന് കുറുക്കി എടുക്കാം. അരിപ്പൊടി കുറുക്കി എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കുറുകി പോകാൻ പാടില്ല. നമുക്കൊന്ന് കോരി ഒഴിക്കാൻ പാകത്തിന് ഒന്ന് കുറുക്കിയെടുക്കാം. അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള പഴം പൊതപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.